എല്ലാവർക്കും നമസ്കാരം. യു10 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങൾക്ക് വിധേയമായി തൃശ്ശൂർ ജില്ലയിൽ തകർക്കപ്പെട്ട 3 പ്രധാന ക്ഷേത്രങ്ങളായ വടക്കുംനാഥൻ ശിവക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം, അതുപോലെ തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രം എന്നീ 3 ക്ഷേത്രങ്ങളുമായി ടിപ്പുവിനെ ബന്ധിപ്പിച്ച് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളും അതിൻ്റെ യഥാർത്ഥ വശങ്ങളുമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുവാൻ പോകുന്നത് കൊടുങ്ങല്ലൂരിൽ ടിപ്പുവിൻ്റെ ആക്രമണങ്ങൾക്ക് വിധേയമായി തകർക്കപ്പെട്ടു എന്ന് വ്യാജമായി പ്രചരിപ്പിക്കപ്പെടുന്ന തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രത്തിൻ്റെയും തൃപ്പേക്കുളം ശിവക്ഷേത്രത്തിൻ്റെയും യഥാർത്ഥ വശങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചരിത്രപരമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം. പ്രശസ്തമായ കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ തെക്ക് വശത്തായിട്ടാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ശൈവരുടെ ഭക്തി സാഹിത്യത്തിൽ പരാമർശിതമായ ഏക കേരളീയ ക്ഷേത്രം ഇതാണ്. ശൈവസിദ്ധന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ഇതുതന്നെയാണ്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കൊച്ചിയുടെയും ഡച്ചുകാരുടെയും ആക്രമണത്തിലാണ് തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം തകർക്കപ്പെട്ടത് എന്ന് കാണാം. കോഴിക്കോട് റീജിയണൽ ആർക്കൈവ്സിലെ ഇനാം രജിസ്റ്റർ പരിശോധിക്കുകയാണെങ്കിൽ 208 ഏക്കറോളം കൃഷിഭൂമിയും 71 ഏക്കറോളം നെൽപ്പാടവും ഈ ക്ഷേത്രത്തിന് ടിപ്പു സുൽത്താൻ ദാനം നൽകിയതായി നമുക്ക് കാണാം. ടിപ്പു സുൽത്താന്റെ കാട്ടാളത്തരങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു എന്ന് ചില പ്രത്യേക വിഭാഗം പ്രചരിപ്പിക്കുന്ന മറ്റൊരു ക്ഷേത്രമാണ് തൃപ്പേക്കുളം ശിവക്ഷേത്രം. തിരുവഞ്ചിക്കുളത്തിനടുത്താണ് തൃപ്പേക്കുളം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു നശിപ്പിച്ചതായി പറയപ്പെടുന്ന ഈ ക്ഷേത്രം AD 1715, 1755 കാലത്ത് കൊച്ചിയുടെയും ഡച്ചുകാരുടെയും സംയുക്ത ആക്രമണത്തിലാണ് തകർന്നടിഞ്ഞത്. ക്ഷേത്രത്തിന് തീ കൊളുത്തുകയും ശിവലിംഗം ഡച്ചുകാർ കൊച്ചി തുറമുഖത്ത് കപ്പലിൻ്റെ നങ്കൂരം ഉറപ്പിക്കുവാനുള്ള കുറ്റിയായി ഉപയോഗിച്ചതും ചരിത്ര സത്യമാണ്. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നമ്മുടെ തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ഞാൻ കാണുവാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽ കിഴക്കേ ഗോപുരം പീരങ്കി ഉണ്ടകൾ പതിച്ച് തകർക്കപ്പെട്ടു എന്നും ശ്രീകോവിലിന് താഴെ ബേസ്മെൻറ്റിൽ ഒരു ശിലാലിഖിതമുണ്ടെന്നും അതിൽ 18-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രബാഹ്യൻ തകർത്ത ക്ഷേത്രം പാലിയത്തച്ഛൻ പുനർനിർമ്മിച്ചു എന്നുമൊക്കെയാണ് പറയുന്നത്. അദ്ദേഹം പ്രധാനമായും ഈ ഡാറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് വിക്കിപീഡിയയിലാണ്. ഇതേ വിക്കിപീഡിയയിൽ തന്നെ ഡച്ചുകാർ ക്ഷേത്രം ആക്രമിച്ചു എന്നുള്ള വിവരങ്ങളുമുണ്ട്. എന്നാൽ അദ്ദേഹം ഡച്ചുകാരുടെ ഇതൊഴിവാക്കിയിട്ട് ടിപ്പു സുൽത്താൻ്റെ വിവരങ്ങളാണ് പ്രധാനമെന്നല്ല മുഴുവനായിട്ടും ചേർത്തിരിക്കുന്നത്. ശാസ്ത്രബാഹ്യനായ ആൾ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താനാണെന്നും അത് ഹിന്ദു ധർമ്മശാസ്ത്രത്തിന് പുറത്തുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ശാസ്ത്രബാഹ്യൻ എന്ന് ടിപ്പുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുമാണ് പറയപ്പെടുന്നത്. എന്നാൽ ഡച്ചുകാർ എന്നു മുതലാണ് ഹിന്ദു ധർമ്മശാസ്ത്രത്തിന് അകത്തായത് എന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം വ്യാജ വീഡിയോകൾ കണ്ണടച്ച് വിശ്വസിക്കാതെ അതിൻ്റെ യഥാർത്ഥ വശങ്ങളും കൂടി നമ്മൾ പരിശോധിക്കുവാൻ ശ്രമിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. സമൂഹത്തിൽ മനുഷ്യർ തമ്മിലുള്ള ഐക്യം തകർക്കുവാനും ഛിദ്രതയുണ്ടാക്കുവാനും ശ്രമിക്കുന്ന പല ആളുകളും ടിപ്പുവിൻ്റെ വ്യാജ ചരിത്രങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ സത്യം അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.